അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ തോറ്റു എന്നതാണ് CPM-ഉം ഇടതുമുന്നണിയും ഗൗരവത്തിൽ ആലോചിക്കുന്നത്. ഇന്നലെ ചെറുതായിട്ടൊന്ന് ആലോചിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് അതായത് CPM-ഉം CPI-യും കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. ഇന്നലെ വ്യത്യസ്തമായി തന്നെ ആലോചിച്ചപ്പോൾ, ഇന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആലോചിച്ചപ്പോൾ ഇന്ന് കൂടിയിരുന്ന് ആലോചിക്കുകയാണ്. അതിൽ തന്നെ വിവാദമാകാവുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ വന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ജനയുഗം പത്രത്തിലും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ബിനോയ് വിശ്വം ലേഖനം എഴുതുന്നു. ജനയുഗത്തിന്റെ എന്ന് വെച്ചാൽ CPI-യുടെ മുഖപത്രത്തിൽ അത് കൃത്യമായി എഴുതുന്നു. അപ്പോൾ അതിന്റെ ഒരു ആവർത്തനം, അല്ലെങ്കിൽ ആ ഇന്ത്യൻ എക്സ്പ്രസിലും ജനയുഗത്തിലും ഒക്കെ വന്ന CPI-യുടെ നിലപാട് ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന CPI വിലയിരുത്തലിനിടെയാണെന്ന് യോഗം ചേരുന്നത് എന്നതും പ്രത്യേകതയാണ്. തിരിച്ചടിയുടെ കാരണങ്ങളാകും യോഗം ചർച്ച ചെയ്യുക. അതേസമയം തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPM ഉള്ളത്. RB സനൂപ് വിശദാംശങ്ങളുമായി ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് സനൂപ്, ഗുഡ് മോർണിംഗ്. സനൂപ് ഉണ്ട്. സനൂപ് കേൾക്കാമോ? ഗുഡ് മോർണിംഗ്. യെസ് സനൂപ്, ഇന്നലെ CPM നേതൃയോഗങ്ങൾ ചേർന്നിരുന്നു. ഇന്നിപ്പോൾ ഇടതുമുന്നണി യോഗം ചേരുകയാണ്. നമ്മൾ എങ്ങനെ തോറ്റു എന്നതാണ് ചോദ്യം. അപ്പോൾ കാലങ്ങളായി ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പാർട്ടി പോട്ടെ എന്ന് വെക്കും. അത് തുടർച്ചയായി ഭരണം കിട്ടിയതിന് ശേഷമുള്ള തോൽവിയാണെന്ന് വെക്കാം. പക്ഷേ അടിസ്ഥാന ജനവിഭാഗങ്ങൾ മുന്നണിയെ കൈയൊഴിയുക എന്നത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണവും തലവേദനയും ചെറുതല്ല. അതുകൊണ്ട് അത് ഗൗരവത്തിൽ തന്നെ പരിശോധിക്കാൻ ഒരുങ്ങുന്നു പാർട്ടിയും മുന്നണിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് ഏതെല്ലാം നിലക്കുള്ള ഉത്തരങ്ങളും ചർച്ചകളായിരിക്കും ആ യോഗത്തിൽ നടക്കുക. CPI ഇന്നലെ വിവിധ ഫോറങ്ങളിലൂടെ പ്രകടമാക്കിയ അവരുടെ എതിർപ്പോ ആത്മവിമർശനമോ ഒക്കെ ഇന്നത്തെ യോഗങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടോ? സൈഫുദ്ദീനും ജിൽസിയും തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടുപേരും രണ്ടിടത്തിരുന്ന് ചർച്ച ചെയ്തപ്പോൾ രണ്ടഭിപ്രായമാണ് വന്നത്. അത് ഇന്ന് രണ്ടുപേരും ഒരിടത്തിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്തായിരിക്കും പുതിയ അഭിപ്രായങ്ങൾ എന്നതാണ് ശ്രദ്ധേയമാകുന്ന കാര്യം. ഇന്നലെ തന്നെ CPM-ന്റെ യോഗവും അതുപോലെ തന്നെ CPI-യുടെ യോഗവും ചേർന്നിരുന്നു. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. അക്കാര്യം തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയതും. ശബരിമല തിരിച്ചടിയായിട്ടില്ലെന്നും CPM വിലയിരുത്തുന്നു. മറുവശത്ത് CPI ആണെങ്കിൽ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള ഈ സർക്കാരിനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ട് തന്നെ അത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭിന്നാഭിപ്രായങ്ങളാണ് ഇന്നലെ ചേർന്ന രണ്ടുപേരുടെയും യോഗത്തിലുണ്ടായത്. ഇന്ന് പക്ഷേ LDF യോഗം രാവിലെ 10:30 ചേരുമ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങളും എങ്ങനെ ചർച്ചയ്ക്കെടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ CPI അവരുടെ പല ഫോറങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ജനയുഗത്തിലെ മുഖപ്രസംഗത്തിൽ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ സംശുദ്ധിയോടെ പ്രവർത്തിക്കേണ്ടവരായിരുന്നു ഈ പറയുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ശബരിമലയിലെ ഭരണത്തിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ അവർക്ക് കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അവിടെ നടക്കാൻ കഴിയാതെ പോയി. എന്നാൽ അതിൽ തിരുത്തൽ വരുത്തേണ്ട സർക്കാർ അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചതുമില്ല എന്നുള്ള കാര്യം ജനയുഗത്തിലെ മുഖപ്രസംഗത്തിലൂടെ CPI വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യത്തിലുമാണ് CPM-ന്റെ അഭിപ്രായത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയും തിരിച്ചടിയായിട്ടുണ്ട്. മറ്റു ചെറിയ പാർട്ടികൾക്കും സമാനമായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അവർ കാര്യമായിട്ടുള്ള ഒരു എതിർപ്പ് പരസ്യമായിട്ട് ഉയർത്തിയില്ല. പക്ഷേ ഇന്നത്തെ ഈ LDF യോഗത്തിൽ തീർച്ചയായിട്ടും ഈ ചെറു പാർട്ടികളും ഈ CPM-ന്റെ നയങ്ങളെ വിമർശിക്കാനുള്ള സാധ്യത തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള ചർച്ചയായിരിക്കും ഉയർന്നു വരുന്നത്. ഈ മുഖ്യമന്ത്രിക്കടക്കം ഇന്നലെ CPI-യുടെ യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഏകപക്ഷീയമായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. ഒരു മുന്നണി സംവിധാനമാണ്, അവിടെ ഒരു കൂട്ടായ്മ വേണം എന്നുള്ളതാണ് ഉള്ളത്. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ് PM ശ്രീയിലും അതേപോലെ തന്നെ ഈ ലേബർ കോഡും ഒക്കെ നടപ്പാക്കുന്നതിൽ എന്തൊക്കെയാണ് CPM ചെയ്തു എന്നുള്ള കാര്യം. അതുകൊണ്ട് കൂട്ടുത്തരവാദിത്വം വേണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. കൃത്യമായിട്ടുള്ള ഒരു ചർച്ച നടത്തി എന്താണ് തോൽവിക്ക് കാരണമെന്ന് അത് വിലയിരുത്തണം. അതിനനുസരിച്ചുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭയിലും തിരിച്ചടി ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും സ്വഭാവം രണ്ടാണ്. എന്നാൽ പോലും
നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് ഈ പാർട്ടിയുടെ തന്നെ അടിത്തറയ്ക്ക് കോട്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തിരുത്തൽ വരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ള നയം തന്നെയാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. അതുതന്നെയായിരിക്കും ഇന്നത്തെ LDF യോഗത്തിൽ CPI പ്രധാനമായിട്ടും ഉന്നയിക്കുക. ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിനുവേണ്ട തിരുത്തൽ നടപടി വേണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവിടെ വിശ്വാസികൾക്ക് കാര്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും അകന്നു പോകും. അതേപോലെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിലായാൽ ഉൾപ്പെടെ ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് വേണം എന്നുള്ള കാര്യം തന്നെയായിരിക്കും CPI യോഗത്തിൽ ഉന്നയിക്കാൻ പോവുക. അതിന് CPM പറയുന്ന മറുപടി അനുസരിച്ചായിരിക്കും LDF യോഗത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ഇന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. യെസ് അനൂപ്, അപ്പോൾ ഇന്ന് ഇടതു മുന്നണി യോഗം ചേരുമ്പോൾ തോൽവിയുടെ കാരണങ്ങളിലേക്ക് കൂട്ടായി എത്തിച്ചേരാൻ കഴിയുമോ എന്നുള്ളതാണ്. തോൽവിയുടെ കാരണം ഇതാണെന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ അതല്ലെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഏകകണ്ഠമായി ഈ തോൽവിയുടെ കാരണം ഇതാണ് എന്നതിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഭരണവിരുദ്ധ